HSA ഫിസിക്കൽ സയൻസ്, സെറ്റ്, നെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതുപോലെ തന്നെ PSC എക്സാംസ്, ഇവയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: The number of significant figures in 5.02 into 10 raised to 2 and 6.354 into 10 raised to minus 3 are respectively. ഈ രണ്ട് നമ്പറിനകത്തുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ചാണ്. അതായത് സയന്റിഫിക് നൊട്ടേഷൻ. അപ്പോൾ സയന്റിഫിക് നൊട്ടേഷൻ എന്താണെന്ന് എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എൻ്റെ ചാനലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതിൽ നിന്നും എന്താണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് മനസ്സിലാവും. ഇങ്ങനെ സയന്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ 1നും 10നും ഇടയിലുള്ള ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിന്നുമാണ് നമ്മൾ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഈ പവർ എക്സ്പോണൻഷ്യൽ ടേബിളിൽ നിന്ന് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ എഴുതാൻ വേണ്ടി ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കത്തില്ല. അപ്പൊ ഈ നമ്പറാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അപ്പൊ ഇതിനകത്ത് 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇതിനകത്ത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അപ്പൊ 5 സിഗ്നിഫിക്കന്റ് ആണ്, 2 സിഗ്നിഫിക്കന്റ് ആണ്. പിന്നീട് പറയുന്ന സെക്കൻഡ് റൂൾ പറയുന്നത് സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് എന്നാണ്. അതായത് രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിലുള്ള സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഈ സീറോയും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പൊ ഒന്നാമത്തേതിനകത്ത് 3ഉം രണ്ടാമത്തേതിനകത്ത് 4ഉം. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം 3, രണ്ടാമത്തേത് 4. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒക്കെ അപ്പാപ്പ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.